ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റിനെ പറ്റിയാണ്. അതിൽ നമുക്ക് വേണ്ട കമ്പോണൻറ്റ് HTML, CSS, ജാവാസ്ക്രിപ്റ്റ് ആണ്. അതിൽ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് HTML, CSS ആണ്. HTML എന്ന് പറയുമ്പോൾ ഒരു ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ആണ്. CSS എന്ന് പറയുന്നത് കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ്. ഞാൻ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു വെബ് പേജിൻ്റെ, ഒരു ഗെയിമിൻ്റെ ഒരു പേജ് വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് HTML പേജാണ്. അതിനെ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് CSSൻ്റെ പേജുണ്ട്. അതിനകത്ത് കുറച്ച് ലോജിക്കുകൾ വർക്കാവാൻ വേണ്ടിയിട്ട് JSൻ്റെ പേജുണ്ട്. ഞാനിപ്പോൾ ഇതൊന്ന് HTML റൺ ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ? ഗസ് മൈ നമ്പർ, മേക്ക് എ ഗെയിം, ഈ ബട്ടൺ, ഈ കളറൊക്കെ കണ്ടോ? ഈ സ്കോറിന് ഈ ഫോണ്ട് സൈസ് വന്നതും ഹൈ സ്കോറിന് ഫോണ്ട് സൈസ് വന്നതും ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഞാൻ ഒന്നുകൂടെ വിഷ്വൽ സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് ഇതിനകത്ത് ഞാൻ CSS ലിങ്ക് ചെയ്തേക്കുന്നുണ്ട, ഈ പോർഷനും കമൻറ്റ് ചെയ്ത് സ്ക്രിപ്റ്റ് ലിങ്ക് ചെയ്തേക്കുന്നുണ്ട, ആ ഒരു പോർഷൻ ഞാൻ കമൻറ്റ് ചെയ്ത് ഞാൻ റൺ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, കണ്ടോ? അതിനകത്ത് സ്റ്റൈലിംഗ് എല്ലാം പോയി. ജസ്റ്റ് ഗസ് മൈ നമ്പർ എന്ന് എഴുതിയേക്കുന്ന ഒരു ഇൻപുട്ട് ബോക്സ്, ഒരു ചെക്ക് ബോക്സ്, ഇതൊക്കെയാണ് ഇവിടെ വന്നേക്കുന്നത്. ഓക്കെ, ഞാൻ CSSൻ്റെ പേജ് അൺകമൻറ്റ് ചെയ്ത് എന്നിട്ട് റൺ ചെയ്യാം. കണ്ടോ? എന്താ ഇവിടെ അല്ലായിരുന്നു ഇതെല്ലാം കിടന്നത്, ഈ മൂലയ്ക്ക് അവിടുന്ന് മാറി ഇവിടെ ഈ സെൻറ്ററിൽ നടുക്ക് വന്ന്, എന്നിട്ട് കണ്ടോ ഗസ് മൈ നമ്പറിന് ഇച്ചിരി ഫോണ്ട് സൈസ് കൂട്ടി. നമ്മുടെ ഈ ബട്ടൺ, ആ ചെക്ക് ബട്ടന് സ്റ്റൈലൊന്നും ഇല്ലായിരുന്നല്ലോ, അതിന് ബോർഡർ ഇല്ലായിരുന്നു, ബാക്ക്ഗ്രൗണ്ട് കളർ ഒന്നും ഇല്ലായിരുന്നല്ലോ. അപ്പം ഇതെല്ലാം നമ്മൾ കൊടുത്തു. എങ്ങനെ? CSS വഴി. മനസ്സിലായോ? അപ്പം HTMLനകത്ത് ടാഗുകൾ മാത്രമാണുള്ളത്. അപ്പം നമ്മൾ അതിനെ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നമ്മൾ ചെയ്ത കാര്യത്തിനെ HTML സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ CSS യൂസ് ചെയ്യുന്നത്. ഓക്കെ, കണ്ടോ? അപ്പോൾ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ആക്ഷൻ ഇവിടെ നടക്കുന്നില്ല. നമുക്ക് ഇങ്ങനെ കുറച്ച് ആക്ഷൻസ് നടക്കാം. നമ്മുടെ പേജിനെ കുറച്ചുകൂടെ ഡൈനാമിക് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്യുന്നത്. നമുക്കതൊന്നും കൂടെ നോക്കാം. VS കോഡിൽ ജാവാസ്ക്രിപ്റ്റിൻ്റെ പേജ് ഞാൻ അൺകമൻറ്റ് ചെയ്ത് ഒന്നുകൂടെ റൺ ചെയ്യാവേ. ഇതിൻ്റെ ലോജിക്ക് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഓരോ വട്ടവും പേജ് ലോഡാകുമ്പോൾ ഒരു റാൻഡമായിട്ട് ഒരു നമ്പർ ജനറേറ്റ് ചെയ്യുന്നത്, അതിനെ ഗസ് ചെയ്തെടുക്കുകയാണ് ഈ ഒരു ഗെയിം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാനിപ്പോൾ ഒരു 10 ഒരു നമ്പർ എൻ്റർ ചെയ്ത്, കണ്ടോ? അത് ടു ഹൈ. നേരത്തെ നമ്മൾ CSS മാത്രം ഉള്ളപ്പോൾ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്തപ്പോഴത് വർക്കായോ? ഇല്ല. അപ്പോൾ ഇവിടെ ലോജിക്ക് വർക്കായി. അത് എന്തുപയോഗിച്ചാണ്? ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്താണ് ഇത് വർക്കായത്. ഓക്കെ, അപ്പോൾ 10 എൻ്റർ ചെയ്തപ്പോൾ 2 ഹൈ എന്ന് കാണിച്ച്, അപ്പോൾ 10 ഹൈ. അപ്പം 10ന് താഴെയുള്ള നമ്പർ 5 എൻ്റർ ചെയ്യുക, അതും ഹൈയാ. അപ്പം 1നും 5നും ഇടയ്ക്കുള്ള ഒരു നമ്പർ നമുക്കൊന്ന് എൻ്റർ ചെയ്ത് നോക്കാം. ഇതിനകത്ത് റാൻഡമായിട്ട് ജനറേറ്റ് ചെയ്യുന്ന നമ്പർ 0 to 20 വരെയുള്ള നമ്പേഴ്സാണ് റാൻഡമായിട്ട് ജനറേറ്റ് ചെയ്യുന്നത്. നമ്മൾ ഓരോ വട്ടം നമ്പർ എൻ്റർ ചെയ്യുമ്പോൾ സ്കോർ ഇവിടെ കുറഞ്ഞു വരുന്നുണ്ട്. നിങ്ങളത് ശ്രദ്ധിക്കണേ. ഞാൻ 3 എൻ്റർ ചെയ്ത് 17, 2 എൻ്റർ ചെയ്ത് 16, സ്കോർ ഓരോ വട്ടവും കുറയുന്നുണ്ട്. 0 എൻ്റർ ചെയ്യാം, നോ നമ്പർ. 1 എൻ്റർ ചെയ്ത്, കണ്ടോ? 1 ആണ് കറക്റ്റ് നമ്പർ വന്നപ്പോൾ സ്കോറും കാണിച്ച്, ഹൈ സ്കോറും കാണിച്ച്, ബാക്ക്ഗ്രൗണ്ട് കളറ് ഗ്രീനുമായി. മനസ്സിലായോ? ഇതാണ് ജാവാസ്ക്രിപ്റ്റ്. അപ്പോൾ HTML എന്തുവാ? നമുക്ക് വേണ്ട ടാഗുകൾ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് HTMLോട്ട് ഉപയോഗിച്ചത്. CSS എന്ന് പറയുമ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്തേക്കുന്ന വെബ് പേജിനെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് CSS യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ബട്ടൻ്റെ കേസ്, ബട്ടൺ എന്തോ കളർ വന്ന്, ഈ ഗസ് മൈ നമ്പറിന് കുറച്ച് ഫോണ്ട് ഒന്ന് വലുതാക്കി, ഇതിന് ഒരു റെഡ് കളർ, ഇത്രയും പോർഷന്, റെഡ് അല്ല വൈറ്റ് കളറ് ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിട്ട് അതിനെ സെൻറ്റർ ചെയ്ത്. CSS കൊടുത്തില്ലായിരുന്നെങ്കിൽ ഇതെവിടെ ആയിരുന്നു? ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. CSS കമൻറ്റ് ചെയ്തേ. CSS കൊടുത്തില്ലായിരുന്നെങ്കിൽ ഇതിവിടെ കിടന്നേനെ. കണ്ടോ? ഈ മൂലയ്ക്കായിരുന്നു കിടക്കുന്നത്.
അപ്പം ഇതിനെ കുറച്ചും കൂടെ ഡൈനാമിക് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജാവാ സ്ക്രിപ്റ്റ് യൂസ് ചെയ്തേക്കുന്നത്.